ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. ഒരു ദിവസം ഫ്രണ്ട്സുകളൊപ്പരം. അപ്പോൾ ഇത് നമ്മൾ 3 പേരാണ് പുറത്ത് പോകണം. അതിൽ ഒരാൾക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൾ വരുന്ന വരെ നമ്മൾ 2 പേരും, കൂടെയുള്ള ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, ജസ്റ്റിനെ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി നല്ല നെയ് റോസ്റ്റ് ഉണ്ട് ഇവിടെ. അതുപോലത്തെ ചെറിയ സ്നാക്സൊക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ സ്നാക്കും ചായയും കുടിച്ച്. അടിപൊളി ചായ കേട്ടോ. മൂപ്പര് കഴിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്തെല്ലോ വേഷം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മറ്റേ ഫ്രണ്ടിനും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്ഥലത്ത് പോയി. അവിടെ തന്നെ ഫ്ലോപ്പായി. അവിടെ 4 മണിക്ക് ശേഷം തുറക്കൊള്ളുമ്പോഴുള്ളൂ. അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മളൊരു ക്ലാസ്മേറ്റ് കരീമിനെ കണ്ട്. അപ്പോൾ അവനെ നിർബന്ധിച്ചപ്പോൾ നമ്മളൊന്ന് കയറി വെള്ളവും ഐസ്ക്രീമും അതുപോലെ തന്നെ കേക്കൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് അവിടുന്ന് നേരെ നമ്മൾ ഗോതീശ്വരം ബീച്ചിൽ പോയി. അവിടുന്ന് കുറേ നേരം ഇരുന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പ്രത്യേക ഒരു വൈബാണല്ലോ. കടന്ന് നിന്മാരൻ വരുന്നുണ്ട്, താഴമ്പു മണമൊഴുകും കാറ്റിന്ന് വരുന്നുണ്ട്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെച്ച് നല്ല ഭംഗിയുണ്ട്, അതുപോലെ വാങ്ങണമെന്ന് ഞാനിങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഫുള്ളും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവർ നമ്മൾ ഇതിനെ ഒഴിയുന്നതനുസരിച്ച് നമ്മൾ എത്ര ആളാണോ അതിനനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. അപ്പോൾ സമയത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ മെനു ആണ് ഇവിടെ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കയറുന്ന മുമ്പത്തെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അത് ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാനും ജസ്റ്റിനെയും നല്ല ചട്ടിച്ചോറും, അവൾ ഫിഷൊന്നും കഴിക്കാത്തതുകൊണ്ട് ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോന്നും പറയുന്നുണ്ട്, വേറെ കറികളൊന്നും ഇല്ലയെന്നോ. പിന്നെ ഫ്രണ്ട്സാൾ 3 ആളൊത്താൽ പിന്നെ പറയണ്ടല്ലോ. എല്ലാവർക്കും ഇത് ഇതുപോലെ ഉണ്ടാവില്ല, ഇതുപോലത്തെ ഫ്രണ്ട്സുകളൊക്കെ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ ഐറ്റംസ് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഫുഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് ടേസ്റ്റില്ലാത്ത ഫുഡായാൽ തന്നെ നമ്മൾ ഫ്രണ്ട്സുകളൊപ്പം ഇരുന്ന് നമ്മുടെ ടെൻഷനും കാര്യമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് അവരൊപ്പം ചിരിച്ച് കളിച്ച് നടക്കുമ്പോൾ ഒരു വൈബ് വേറെ തന്നെ. അങ്ങനെ നമ്മൾ രാവിലെ തൊട്ടിട്ട് ഒരു 10 o'clock മുതൽ ഈവനിങ് 7 o'clock വരെ ഒരുമിച്ചായിരുന്നു. ഇത് നല്ലൊരു മീൻ പൊള്ളിച്ചതാട്ടോ. അത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഫുഡും കഴിച്ച് ലാസ്റ്റ് പായസം. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ജുബി പറയാണ്, എൻ്റെതല്ല കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ 2 ആളെ കാണിച്ചു കൊടുക്കുക, അതാണ് യുദ്ധം കഴിഞ്ഞ് ഭൂമി പോലെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനൊരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാം, കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാം, എല്ലാം ഉണ്ട് കേട്ടോ. ചുമ്മാ ഒന്ന് അവിടെ നിന്ന് കുറച്ച് നേരം ഇരിക്കാറ്, നല്ല വെയിലാണ്, അതൊന്ന് ആറിയിട്ട് പോകാമെന്നുള്ളതിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് പിന്നെ ഇറങ്ങുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോപ്പായെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടേക്കാണ്. പക്ഷെ അവിടെ നമ്മളിതുവരെ കണ്ടിട്ടില്ല 3 പേരും. അപ്പോൾ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകണ്ടെന്നുള്ളത്. പക്ഷെ മറ്റ് 2 പേർക്കും പോയേ പറ്റും. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ താഴെ നമുക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് ഒരു ഫുൾ മിറർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മിറർ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, അതും പ്രത്യേകിച്ച് ഫുള്ളും. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് ചില്ലാക്കി നമ്മൾ താഴേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാനായാലും ഒന്ന് കോഫി ആണെങ്കിൽ കുടിക്കാനും എല്ലാം ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അടിപൊളി ഹോട്ടലും നമ്മുടെ കസ്റ്റമേഴ്സിനോടായാലും നല്ല പെരുമാറ്റവുമാണ്. അതുപോലെ തന്നെ ഓവർ ആൾക്കാരൊന്നുമില്ല, അത്യാവശ്യം ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രൈവസി കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് സ്കാർഫ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടാണ് നമുക്ക് കഫേയും ഇങ്ങനെ ഒരു സ്പേസ്, പിന്നെ വാഷ് ഏരിയ ഒക്കെ ഉള്ളത്, ടോയ്ലറ്റൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ നമ്മളിതാ സ്കാർഫൊക്കെ ശരിയാക്കുന്ന ഞാനും ജുബി കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണേ. കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇവിടുന്ന് ഞാൻ അവളും കൂടി നല്ല ഫ്രഷായിട്ട് പിന്നെ ജസ്റ്റിനെ ഇരിക്കുന്നിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും അവർ പറഞ്ഞു നമ്മൾ ആദ്യം ഫ്ലോപ്പായ സ്ഥലത്തേക്ക് പിന്നെയും പോയി. അത് വീണ്ടും ഫ്ലോപ്പായി. അവിടെ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് എത്തിയപാട് ജസ്റ്റിൻ്റെ കിളി പോയി നിൽക്കുക ജസ്റ്റിന് അവിടെ. പക്ഷെ എന്താ നമുക്കിങ്ങനെ പുതിയ കപ്പിൾസിനൊക്കെ വന്നിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് പേര് പറഞ്ഞു മുകളിലൊക്കെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്കും പോയിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു കയറ്റമായിരുന്നു അങ്ങോട്ടേക്ക്. 3 പേരും നന്നായി കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാക്കിൽ വേറൊരു ഫാമിലി ഉണ്ട്, അവർക്ക് കയറാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടൊരു അടിപൊളി എന്ന് പറഞ്ഞൂടെ, ഇങ്ങനെ ഒരു വ്യൂ കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയുകയാണ് ഇവിടുന്ന് കയറി ഒരുവിധം കാലിക്കറ്റ് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഹൈലൈറ്റ് മാൾ കേട്ടോ. പിന്നെ ബാക്കിയതാ നമ്മളെ ജുബിൻ്റെ ഭാഗം ഓരോരോ കളികളുണ്ട്. ഇപ്പുറത്ത് ജസ്റ്റിനെയും കളിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അപ്പോൾ അവിടുന്ന് 3 പേർക്കും പിരിയാം എന്ന ലെവലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇതാ ചെറിയൊരു സർക്കസ് പോലത്തെ ഈ ചക്രത്തിൻ്റെ ചുറ്റുഭാഗം തീ പിടിപ്പിച്ചിട്ട് ഉള്ളിൽ ചാടുന്ന നമ്മളെപ്പോഴും റോഡരികിൽ കാണുന്ന ഒരു പരിപാടി അത്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരുന്നു. ഇവിടെയൊക്കെ അത് നല്ല പണി നടക്കാട്ടോ. കോഴിക്കോട് ബീച്ച് ഒന്നും കൂടി അടിപൊളിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ കുറേ നേരം ഇരുന്നതിന് ശേഷം ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കളിച്ച് കടലിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് 3 വഴിക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.